നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും ഇൻസ്റ്റാഗ്രാം അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതും 2026 ഒരുപാട് അപ്ഡേറ്റ് വന്നിട്ട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം അൽഗോരിതം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീൽസ് വീഡിയോസ് അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യും. അതിലൂടെ നിങ്ങളുടെ റീൽസ് വീഡിയോസ് ഒക്കെ വൈറലാവുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. 2026 എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം അൽഗോരിതം വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. 2026 ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം അൽഗോരിതം ഒരുപാട് ചേഞ്ച് ചെയ്തിട്ട് ഇനി പഴയ പോലെ നമുക്ക് റീൽസ് വീഡിയോസ് വൈറലാക്കാൻ സാധിക്കില്ല. ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് വൈറലാക്കാൻ സാധിക്കുള്ളൂ. സോ ഏതൊക്കെയാണ് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ള പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഹൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. നമ്മൾ എത്ര നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്താലും 100 വ്യൂസ് 500 വ്യൂസ് അല്ലെങ്കിൽ 1000 വ്യൂസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ അല്ലേ. അതായത് ഇൻസ്റ്റാഗ്രാം അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യൂസ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് വൈറലാക്കാൻ ആദ്യം ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ക്വാളിറ്റിയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ടാവില്ല വീഡിയോ ക്വാളിറ്റി നന്നാക്കണം എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റാഗ്രാം അൽഗോരിതം നൽകുന്നത് 2026 ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിൽ ഏറ്റവും അതായത് 90% വൈറൽ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഹൈ ക്വാളിറ്റി വീഡിയോസും അതുപോലത്തെ ഫോട്ടോസ് ആണ് ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ആവുന്നത്. ഇൻസ്റ്റാഗ്രാം അൽഗോരിതം ആ ഒരുപാട് ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് പുഷ് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ എഡിറ്റ് ചെയ്ത ശേഷം അതിന്റെ വാട്ടർ മാർക്കോടെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ലോഗോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം സജസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർമാർക്ക് ഇല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ലോഗോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് 3 സെക്കൻഡ്സ് ഹുക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ വീഡിയോ എന്ത് റീൽസ് വീഡിയോസ് ആണ്, എന്റർടൈൻമെന്റ് വീഡിയോസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ടെക് വീഡിയോസ് ആണ് അല്ലെങ്കിൽ ഫണ്ണി വീഡിയോസ് ആണെങ്കിൽ കൂടെ നിങ്ങൾ ആ ഒരു കണ്ടന്റ് ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് 3 സെക്കൻഡ് നല്ല ഹുക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഹുക്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ റീൽസ് വീഡിയോസ് വൈറലാവും. ഇൻസ്റ്റാഗ്രാം അൽഗോരിതം ഈ ഫസ്റ്റ് 3 സെക്കൻഡ്സ് നന്നായി തന്നെ ആ ഒരു വീഡിയോ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഫസ്റ്റ് 3 സെക്കൻഡ് നല്ല ഹുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എൻഗേജിങ് വീഡിയോസ് ആണ് തീർച്ചയായും ആ ഒരു വീഡിയോ വൈറലാവുന്നതായിരിക്കും. ഈ നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് വാച്ച് ടൈം അല്ലെങ്കിൽ കംപ്ലീഷൻ റേറ്റ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് 3 സെക്കൻഡ് കഴിഞ്ഞ ശേഷം എത്ര ടൈം നിങ്ങളുടെ വീഡിയോസ് ഓഡിയൻസ് വാച്ച് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളുടെ വീഡിയോ വൈറൽ സിഗ്നൽ നൽകുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം വൈറൽ സിഗ്നൽ നൽകുന്നത്. സോ നിങ്ങളുടെ വീഡിയോസ് ഏത് സമയത്താണ് സ്കിപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഏത് സമയം വരെ കണ്ടു എന്നുള്ള അനലൈസ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ വൈറൽ കാറ്റഗറിയിലേക്ക് മാറുന്നത്. സോ നിങ്ങളുടെ വീഡിയോ ഫുൾ എൻഗേജ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക. ഓഡിയൻസ് എൻഗേജ് ചെയ്ത് നിർത്തുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വൈറലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ കോമഡി വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വീഡിയോസ് അല്ലെങ്കിൽ ടെക് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ബി റോൾസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടി ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടന്റ്സ് ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു വീഡിയോ എൻഗേജ് ചെയ്യും അല്ലെങ്കിൽ കൂടുതൽ സമയം ആ ഒരു വീഡിയോ കാണും. അതിലൂടെ നിങ്ങളുടെ വീഡിയോസ് വൈറലാക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിൽ വന്ന മാറ്റങ്ങൾ 2026. അപ്പോൾ നിങ്ങൾക്ക് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.